ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു മെസ്സേജ് നിങ്ങൾക്കുള്ളതാണ്. കാരണം ഈ ഒരു മെസ്സേജിൽ ഞാൻ നോക്കാൻ പോകുന്നത് യൂണിവേഴ്സ് എന്താണ് നിങ്ങളോടിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കറൻ്റ്ലി എന്തിലാണ് ഫോക്കസ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, അല്ലാത്തത് വിട്ടേക്കുക. പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, പോസിറ്റീവ്സിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് 4 ഓഫ് സോർഡ്സ്, 4 ഓഫ് വാണ്ട്സ്, ഹൈ പ്രീസ്റ്റസ്, നൈറ്റ് ഓഫ് വാണ്ട്സ്, സ്ട്രെങ്ത് കാർഡ്, Ace of Wand, Justice and 6 of Wand. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്കിൽ ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് കാർഡ് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് 4 ഓഫ് സോർഡ്സ്. അതായത് നിങ്ങളിപ്പോൾ പോസ് ചെയ്യേണ്ട ടൈമാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കേണ്ട ഒരു ടൈമായിട്ടാണ് പറയുന്നത്. കാരണം കുറേ കാലം കൊണ്ടേ നിങ്ങൾ ഒരുപാട് ഇമോഷണലി ഡൗൺ ആണ്, മെൻ്റലി വീക്കാണ്, ഫിസിക്കലി ആയാലും നിങ്ങൾ ഓക്കെ അല്ല, ഒരുപാട് ഭാരങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നു. അപ്പോൾ യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ചെറിയൊരു ബ്രേക്ക് എടുക്കുക, ഒന്ന് റിലാക്സ് ചെയ്യുക, നിങ്ങൾക്ക് സ്വയം നിങ്ങൾ ടൈം കൊടുക്കുക ഒന്ന് ഹീലാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിങ്ങൾ അഗെയിൻ സ്റ്റാർട്ട് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ടൈം കണ്ടെത്തുക, സ്പേസ് കൊടുക്കുക ആൻഡ് ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുക. സെക്കൻഡ് വന്നിരിക്കുന്നത് 4 ഓഫ് വാണ്ട്സ് ആണ്. സോ അത് നിങ്ങളടുത്ത് പറയുന്നത് ഒരു ഹാപ്പി ന്യൂസ് അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ, അതിനൊക്കെ ഒരു ഇത് കാണുന്നുണ്ട്. ലൈക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു വഴി വരുന്നുണ്ട്, അല്ലെങ്കിൽ വഴി തെളിയുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുക. ഓക്കെ, എപ്പോഴും നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർക്കുന്നതിന് പകരം ഇപ്പം നമ്മളുടെ ഒപ്പമുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, നമ്മളെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ടോ അവരെ നമ്മൾ കുറച്ചുകൂടി കെയർ ചെയ്യാൻ അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ചെറിയ ചെറിയ വിജയമായാലും അതിനെ നിങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഹൈ പ്രീസ്റ്റസ് കാർഡാണ്. അതായത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം തേടി നിങ്ങൾ പുറത്ത് പോകേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സോളിനെ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾ മുന്നോട്ട് പൊക്കോളൂ, നിങ്ങൾക്ക് ഉള്ള ഉത്തരം നിങ്ങൾക്ക് തന്നെ ലഭിക്കുമെന്നുള്ളതാണ്. അഗെയിൻ നമുക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാണ്ട്സ് ആണ്. അതായത് നിങ്ങൾക്കൊരു ഇപ്പം നിങ്ങൾ കുറച്ച് ഡെസ്പായിട്ട് അല്ലെങ്കിൽ ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത് ഫീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എനർജി നിങ്ങൾക്ക് ഉടനെ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു സ്പാർക്ക് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പാഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ആൻഡ് അതിനുശേഷം നമുക്ക് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് കാർഡാണ്. അതായത് നമ്മളുടെ മൈൻഡിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ അത് പെട്ടെന്ന് നടക്കണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം, അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ചാലഞ്ചസ് വന്നാലും നിങ്ങളതിനെ ഫേസ് ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കണം, ക്ഷമയോടുകൂടി ഇരിക്കണം, അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് വേണം. അങ്ങനെ ഒരു മനോധൈര്യം അല്ലെങ്കിൽ മനോഭാവത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച കാര്യം ഉറപ്പായും നേടാൻ പറ്റുമെന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് വന്നിരിക്കുന്ന ഏസ് ഓഫ് വാണ്ടാണ്. ഓക്കെ, അഗെയിൻ അവിടെ പറയുന്നത് നമുക്ക് നമ്മളുടെ ആ ഒരു ആഗ്രഹം നേടാനുള്ള ആ ഒരു തുടക്കം, ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ബിഗിനിങ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ആ ഒരു എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ലൈക്ക് ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യണം, നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ ബിൽഡ് ചെയ്യണം എന്നുള്ളത്. അതിനുശേഷം നമുക്ക് ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്. അതായത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സത്യസന്ധമായിട്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സത്യമായ കാര്യങ്ങൾ പറയുക, ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ്
ആൻഡ് നിങ്ങളോട് ഇപ്പോൾ അനീതി അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് പറയുകയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള സമയം ആയിട്ടുണ്ട്. നമ്മൾ കർമ്മ എന്ന് പറയത്തില്ല. അപ്പോൾ അതിനുള്ള നിങ്ങൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത് തിരിച്ചു കിട്ടും. ആൻഡ് മറുവശത്തേക്കുന്ന ആൾ ഓപ്പോസിറ്റാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്നുള്ളതാണ് അവിടെ ജസ്റ്റിസ് കൊണ്ട് പറയുന്നത്. അതിനുശേഷം അഗെയിൻ 6 ഓഫ് വാണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സക്സസിൻ്റെ ഇത് ത്രൂ ഔട്ട് ഇവിടെ കാണാൻ പറ്റുന്നു. പക്ഷേ നിങ്ങൾക്ക് അവിടെ ഇവിടെയായിട്ട് കുറച്ച് ചാലഞ്ചസ് യൂണിവേഴ്സ് തരും. അപ്പോൾ അത് നിങ്ങൾ ഓവർകം ചെയ്ത് വന്നാൽ ഈ ഒരു വിക്ടറി അല്ലെങ്കിൽ സക്സസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. 6 ഓഫ് വാണ്ട്സ് ആ ഒരു എനർജിയാണ് തരുന്നത്. അതായത് നിങ്ങളുടെ ഈ ഒരു കഷ്ടപ്പാടും എഫേർട്സ് ഒന്നും വെറുതെ ആകത്തില്ല. നിങ്ങൾ ഈ ഒരു ധൈര്യത്തോടു കൂടി തന്നെ എന്ത് ചാലഞ്ചസ് വന്നാലും നേരിടും എന്ന മനോധൈര്യത്തോടു കൂടി മുന്നോട്ട് പൊക്കോളൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്താണ്? ഫൂൾ കാർഡാണല്ലോ. ഫൂൾ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ബിഗിനിങ്, അതായത് എല്ലാം എറേസ് ചെയ്ത് കളയുക, എന്നിട്ട് ഒരു തുടക്കം തൊട്ട് ആദ്യം തൊട്ടേ തുടങ്ങുക എന്ന് പറയത്തില്ല. അപ്പോൾ ആ ഒരു ബിഗിനിങ് ഒരു ഫ്രഷ് സ്റ്റാർട്ട് പോലെ തുടങ്ങിക്കോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് വന്ന എനർജി എന്ന് പറയുന്നത് 4 ഓഫ് സോഡായിരുന്നു. അതായത് നിങ്ങളുടെ അടുത്ത് സ്റ്റോപ്പ് ചെയ്യാനാണ് പറയുന്നത്. ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. എല്ലാം നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്കായിട്ടൊരു സമയം കൊടുത്ത് അത് ഹീലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനാണ് യൂണിവേഴ്സ് പറഞ്ഞത്. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ വന്നിരിക്കുന്നത് എന്താണ്? ഫൂൾ കാർഡാണ്. അതൊരു ഫ്രഷ് സ്റ്റാർട്ടാണ്. അതായത് ആ ഒരു ഹീലിംഗ് ടൈമും ഹീലിംഗ് പീരീഡിനൊക്കെ ശേഷം നിങ്ങൾ ഓക്കെ ആയതിനു ശേഷം ആ ഒരു ജേണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പൊക്കോളൂ. യൂണിവേഴ്സൽ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെക്കൊണ്ട് നേടാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു റീഡിങ്സിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കറൻ്റ്ലി ഫോക്കസ് ചെയ്യേണ്ട എന്തിലാണ്? ഹീലിങ്ങിലാണ്. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ന്യൂ ചാപ്റ്റർ ബിഗിൻ ചെയ്യേണ്ട ടൈമായി വരുന്നു. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ റെഡി ആകുക എന്നുള്ളതാണ്. മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.